ഇന്നത്തെ നമ്മുടെ റെസിപ്പി സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യൊന്ന് ചൂടായി വരുമ്പം 1/2 കപ്പ് ഗോതമ്പ് പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ നെയ്ക്കകത്തിട്ട് തീയൊരു ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ വേണം നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാൻ. ഒരല്പം സമയം ഇളക്കി കൊടുക്കുമ്പോഴേക്കും ഗോതമ്പ് പൊടിയുടെ നല്ലൊരു മണമൊക്കെ വരും. ആ ഒരു സമയമാകുമ്പം 1/4 കപ്പ് ശർക്കര ചീകിയത് ചേർത്ത് കൊടുക്കാൻ. കൂടെ 1 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. മണ്ണും പൊടിയൊക്കെ ഉള്ള ശർക്കരയാണെങ്കിൽ അല്പം വെള്ളത്തിൽ അരിച്ചിട്ട് വേണം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇതൊന്ന് ഇളക്കി കൊടുത്തൊന്ന് കുറുക്കിയെടുക്കണം. ഒന്ന് കുറുകി വരുമ്പം 1/2 കപ്പ് തേങ്ങ ചിരകിയത് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങയും കൂടി ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പാലിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പരുവായി വരുന്നവരെ വേണം ഇളക്കി കൊടുക്കാൻ. ഇനി നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ സീഡാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പം ഈ അടിഭാഗം ഇതുപോലെ മുരിഞ്ഞ് വരുന്ന ആ ഒരു പരുവായി വരുന്നവരെ വേണമെന്ന് ഇളക്കി കൊടുക്കാൻ. ഇപ്പോൾ ഇതിവിടെ കറക്റ്റ് പരുവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നെയ്യ് തടവിയ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ലെവലാക്കി എടുക്കണം. ഇതിൻ്റെ ചൂടൊന്ന് മാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ചൂടൊക്കെ നന്നായിട്ടൊന്ന് മാറിയതിന് ശേഷം സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം. ഇനി ഇത് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഗോതമ്പ് പൊടി വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്.